ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ്, പിന്നെ കുറച്ച് പ്രാങ്ക്, കുറച്ച് പാട്ട്, ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പം ബാക്കിൽ കുറച്ച് ടീംസ് ഉണ്ട്, നമുക്ക് പോയിട്ട് പേര്, ക്വസ്റ്റ്യൻ ഇതൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ പേരെന്താ? സഫ്രീന, സെലീന, ഫരീദ, ഫിദ, മിസ്രിയ. അപ്പോൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോണേ. ഒരു വട്ടം ഒരു ഊഞ്ഞാല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാലും 10 രൂപ കിട്ടും. അങ്ങനെ 10 വട്ടോ അടുപ്പിച്ചാടിയാൽ എത്ര റുപ്യ കിട്ടും? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പറയൂ. ഒരു വട്ടം, അതെ, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആടിക്കഴിഞ്ഞാൽ 10 രൂപ വെച്ച് കൂട്ടിക്കോളി. അങ്ങനെ 10 വട്ടം അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? പെട്ടെന്ന് പറയും. ഒഴിച്ചോ? ആ, 10 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചാടിയാൽ കിട്ടുക. 100, പിന്നെ 100. ഇതിൻ്റെ അകത്തൊരു തട്ടിപ്പുണ്ട്. അതെ, ഒരു ഊഞ്ഞാല് അങ്ങനെ 10 വട്ടം. അല്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ഊഞ്ഞാല 10 വട്ടം അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? എന്നായിക്കോട്ടെ, ഒന്നുകൂടി പറഞ്ഞുതരാം. കഴിച്ച് നമ്മൾ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഊഞ്ഞാല, അതിപ്പോൾ ഒരു ഊഞ്ഞാല വെച്ചോട്ടോ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആടിയാൽ 10 രൂപ വെച്ച് കൂട്ടിക്കോളി. അങ്ങനെ 10 വട്ടം അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? 10 രൂപ. അറിയില്ല? അറിയോ? ഇല്ല. 10 ഇത്ര 90. അപ്പോൾ ആൻസർ പറയട്ടെ എന്നാൽ. അപ്പോൾ ഗായ്സ്, ഞാൻ ആൻസർ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഓക്കെ, കാല് പൊള്ളുന്നാണ് ആൻസർ. എന്താന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് അടുപ്പ് ചാടിയാൽ എന്നാണ് പറയാ. മനസ്സിലായോ? ആ, അതെ, അടുപ്പ്, പുകയണ അടുപ്പില്ലേ, അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇനി ക്യാമറ നോക്കി രായി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളെവിടെ സ്ഥലം? ചെറുവാഞ്ചേരി. അതെവിടാ? കണ്ണൂർ. ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് ഈ വീഡിയോ എത്തും. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേര് ചോദിച്ചോക്കാം. നാദിർ, റിൻഷ, ഫിദ, ഷെയ്ദ, ഫർഹാന, ഷഫ്ന, നന്ദന, മുനവ്വിർ, ആദി. അപ്പോൾ കുസൃതി ചോദ്യമാണെങ്കിൽ, ഒരു വട്ടം ഒരു ഊഞ്ഞാല, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഒരു വട്ടം ഒരു ഊഞ്ഞാല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആടിയാൽ 10 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 10 വട്ടം അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? 100. പിന്നെ അറിയില്ല? 100, 200. അതെ. എത്ര? 200. 100. അപ്പോൾ എല്ലാവരും ആൻസറും റോങ് ആയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ റോങ് ആയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. എന്താന്ന് വെച്ചാൽ, കാല് പൊള്ളുന്ന ആൻസർ. എന്താന്ന് വെച്ചാൽ, 10 വട്ടോ അടുപ്പ് ചാടിയാലെന്ന് ഞാൻ പറയാം. അടുപ്പിലിങ്ങനെ ചാടിയാൽ കാല് പൊള്ളും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണണം. അപ്പോൾ ഇനി ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഓക്കെ. അപ്പോൾ നിങ്ങളെവിടെ? സ്ഥലം എവിടെ? വയനാടല്ലേ? ഓക്കെ, എന്നാൽ ശരി. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പേര് വെച്ചോക്കാം. എൻ്റെ പേര് റെയ്ഹാനത്ത്. എൻ്റെ പേര് വർഷ, രേഷ്മ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വട്ടം ഒരു ഊഞ്ഞാല, അത് 10 വട്ടം, അല്ല, ഒരു വട്ടം ഒരു ഊഞ്ഞാല അങ്ങോട്ട് ആടിയാലും ഇങ്ങോട്ട് ആടിയാലും 10 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 10 വട്ടം അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? 10 വട്ടം ഒരു തൊട്ട് ഇങ്ങോട്ടോ? അതെ, അങ്ങനെ 10 വട്ടം അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? 10 രൂപ അല്ലല്ലോ, 200. 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാല്, അതെ, അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? അടുപ്പിച്ചാടിയാലും 10 രൂപ കിട്ടും. ഓക്കെ, അടുപ്പിച്ചാടിയാൽ എന്തോ കുറച്ച് നാക്കുണ്ട്. അതെ, ഒഴിച്ചോ? ആയില്ല? പെട്ടെന്ന് ആൻസർ പറയണം, കുസൃതി ചോദ്യമുണ്ട്. 10 രൂപ. ഓക്കെ, കിട്ടുമോ? ഓക്കെ, അപ്പോൾ എന്നാൽ നിങ്ങളെല്ലാവരും ആൻസറും റോങ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആൻസർ 10 വട്ടം
അടുപ്പ് ചാടിയാൽ കാല് പൊള്ളും. ഓക്കെ, മനസ്സിലായോ? അടുപ്പ് ചാടിയാൽ. അതെ അതെ. ഓക്കെ, ഇനി ക്യാമറ നോക്കി രായി പറഞ്ഞോളി. ഓക്കെ, അപ്പോൾ എവിടെ സ്ഥലം? പന്തിരങ്കാവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണണം. ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. ഗൈസ്, നമ്മളിന്നുള്ളത് എവിടെ അറിയോ? നമ്മളെ സ്വന്തം ലുലു മാൾ. മറ്റേ നമ്മളെ സാറില്ലേ, MA യൂസഫ് അലി സാറ് മാളിലാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് വരുന്നത്. ഇന്നലെ നമ്മൾ കക്കാടംപൊയിൽ, കുരിശുമല, നായാടംപൊയിൽ ആ ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നതാണ്. അടിപൊളി സ്ഥലമാണ്, എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം. അടിപൊളിയാണ്. എൻ്റെ വ്ളോഗ് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്നേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ഗൈസ്, നമുക്ക് ഇതാ ഇവിടെ വർക്ക് ചെയ്യുന്ന ടീമാ തോന്നുന്നു. കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേര് വെച്ച് നോക്കാം. പേരെന്താ? സജീദ്, സന്ദീപ്, കാവ്യ, ബിജിന. അപ്പോൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വട്ടം ഒരു ഊഞ്ഞാല, അത് അങ്ങോട്ട് ആടിയാലും ഇങ്ങോട്ട് ആടിയാലും 10 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 10 വട്ടം അടുപ്പ് ചാടിയാൽ എത്ര രൂപ കിട്ടും? അതെ, ഏത് അടുപ്പാണ്? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു വട്ടം ഒരു ഊഞ്ഞാല, അങ്ങോട്ട് ആടിയാലും ഇങ്ങോട്ട് ആടിയാലും 10 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 10 വട്ടം അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? 200. പിന്നെ നോ, അടുപ്പിൽ ചാടിയാൽ 10 രൂപ. അടുപ്പ് ചാടിയാൽ 10 രൂപ. ഓക്കെ, അറിയില്ല. അപ്പോൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് റോങ് ആയിട്ടുണ്ട് ആൻസർ. അപ്പോൾ നിങ്ങൾ ആൻസറിൻ്റെ അടുത്ത് എത്തീനി. കാല് പൊള്ളുന്നാണ് ആൻസർ. അല്ല, ഇത് 10 വട്ടം അടുപ്പ് ചാടിയാലാണ് അതിൻ്റെ ആൻസർ വരിക. ഇങ്ങനെ 10 വട്ടം നമ്മളിങ്ങനെ അടുപ്പ് ചാടുമല്ലോ, അപ്പോൾ കാല് പൊള്ളുന്നാണ് അതിൻ്റെ ആൻസർ. അല്ല, അടുപ്പിൽ ചാടിയാൽ 10 രൂപ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ തന്നെ വരില്ലല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മളൊന്നുകൂടി വിവരിച്ച് കൊടുക്കട്ടെ. 10 വട്ടം അടുപ്പ് ചാടിയാൽ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുസൃതി ആയിട്ടുള്ള ആൻസർ വരിക അതെ, തീ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതന്നെ സംഭവം. ഗൈസ്, അപ്പോൾ അത് പുതിയ ആൾക്കാരാണ്, നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല. ഇനി ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണണം. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പേര് ചോദിച്ചോക്കെ. പേരെന്താ? അപർണ, ജിതിഷ. അപ്പോൾ മാത്സ് ആണ് നിങ്ങളോട് ചോദിക്കാൻ പോണത്. 777 പ്ലസ് 333 എത്ര? 777 പ്ലസ് 333. 1110. പിന്നെ ഏതാണ് നിങ്ങൾ പറയും? 1606. ഓക്കെ, അപ്പോൾ എന്നാൽ നിങ്ങളത് റോങ് ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് റെഡി ആൻസറാണ്. ഹലോ, ശരി. ഇനി ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഓക്കെ, ബൈ. ഗൈസ്, നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിൽ നിന്നാണ് മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത്. ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് ചോദിക്കും ക്വസ്റ്റ്യൻ. ചിലപ്പോൾ പ്രാങ്ക് ചെയ്യും, ചിലപ്പോൾ പാട്ട് പഠിപ്പിക്കും. അടിപൊളിയായിട്ടായിരിക്കും ഇന്ന് നമ്മളെ പരിപാടി വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കാം. ഇതാണ് നമ്മളെ ലുലു മാൾ. ഗൈസ്, നമുക്ക് ഇതാ കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? ജിഹാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 1777 പ്ലസ് 333 എത്ര? 2000. അറിയില്ല. എത്ര? 1777 പ്ലസ് 300. അല്ല, സോറി, ആൻസർ ക്വസ്റ്റ്യൻ റോങ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ആദ്യം അല്ല മൊത്തം റോങ് ആയിട്ട്. പക്ഷേ ഗൈസ്, നമ്മളെ ക്വസ്റ്റ്യൻ ജസ്റ്റ് തെറ്റിപ്പോയി. എന്താ വെച്ചാൽ ഇവിടെ കോപ്പറേറ്റ് മ്യൂസിക് ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ 777 പ്ലസ് 333. 777 പ്ലസ് 333 എത്ര? 1000. 1000. 1110 കിട്ടൂല. അപ്പോൾ എന്നാലും നിങ്ങളെ ആൻസർ റോങ് ആയിട്ടുണ്ട്. ആൻസർ എന്താന്ന് വെച്ചാൽ 1110 വരാം. അല്ല, ഓൻ 1010 പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം ആക്കാം.
ഗിഫ്റ്റ് ആൻസർ റെഡി പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്. ഇല്ല, അപ്പോൾ അടുത്ത പ്രാവശ്യം ആക്കാം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ അടുത്ത ആളെ എൻ്റെ വ്ളോഗിലേക്ക് ക്ഷണിക്കാൻ പോവാണ്. ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇനിയും ഞാനിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞ്, ഒരു ഫുഡ് കോർട്ട് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ്. ഓക്കെ, ഇതാണ് നമ്മളെ ഹൈലൈറ്റും ലുലു മാളിൻ്റെ ഏറ്റവും ടോപ്പിലെ ഫുഡ് കോർട്ട്. ഗൈസ്, നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചോദ്യം ചോദിച്ചു നോക്കാം. ഓക്കെ, പേരെന്താ? ആയിഷ, നിഹ, നിമ, നിത. അപ്പോൾ കുസൃതി ചോദ്യമാണ് ചോദിക്കുക. ഒരു പറക്കാൻ പറ്റാത്തൊരു കിളിയുണ്ട്, ആ കിളി ഏതാ? ഹമ്മിങ് ബേർഡ്. പിന്നെ ഏതാ? അറിയില്ല. പൈങ്കിളി. അപ്പോൾ റോങ് ആൻസർ ആയിട്ടുണ്ട്. ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇക്കിളി. ഓക്കെ, ഇനി ക്യാമറ നോക്കി ഒരായി പറഞ്ഞോളേ. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് വിട പറഞ്ഞ് പോവാണ്. ഇനി നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് എത്താൻ പോണത്. ഓക്കെ, ഇനി നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം. പുതിയ ആൾക്കാരാണ് എൻ്റെ വ്ളോഗിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഹായ്. ഞാനൊരു പുതിയ തരം യൂട്യൂബറാണ്, അനസ് വ്ളോഗ് 21. സ്റ്റെയിൻഡേഴ്സുകളാണ് മെയിനായിട്ട് പിടിക്കൽ. ഓക്കെ, എല്ലാവരും എന്നെ കാണുമ്പോൾ മറ്റേ ഡാബ്സി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡാബ്സിൻ്റെ ലുക്ക് ഞാനുണ്ടെങ്കിൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഡാബ്സിൻ്റെ ലുക്ക് ഉണ്ടാവാൻ ചാൻസ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ ഡാബ്സിൻ്റെ അനിയനാണോ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളാരും അല്ല ഡാബ്സിൻ്റെ. ഓക്കെ ഐസ്, ഇവിടെ അങ്ങനെ ആരും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിങ്കളാഴ്ച ആയ സ്ഥിതിക്ക് കൂടുതൽ ജനങ്ങളൊന്നും കാണാനില്ല. വലിയൊരു മാളായിട്ട് ആൾക്കാർ കുറവാണ്. ഇന്നിപ്പോൾ ആൾക്കാർ ഭയങ്കര കുറവാണ്. ഇനി നമുക്ക് മെയിൻ പുറത്തേക്ക് എക്സിറ്റ് ആവാൻ പോവാണ്. എക്സിറ്റ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ നമ്മൾ പിടിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ഇത് നമ്മൾ എക്സിറ്റ് ആവാൻ പോവാണ്. അത് നമ്മളിന്ന് ബഡ്ജറ്റായിട്ട് കുറച്ച് മുട്ടായി വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു യൂട്യൂബറായിട്ടാണ് ഈ മുട്ടായി വാങ്ങുന്നത്. കഴിച്ചിലായി കഴിഞ്ഞാൽ ഈ മുട്ടായിയൊക്കെ മാറ്റി ഫുൾ വലിയ ഗിഫ്റ്റുകളായിരിക്കും എൻ്റെ ചാനലിൽ കൊണ്ടുവരാൻ പോണത്. നമ്മളതായി ലുലു മാൾ ഇനി ഇവിടെ ആരെയും കാണുന്നില്ല. ഫുൾ ഒരു ശാന്തിയായി കിടക്കുകയാണ്. ആരെയും അങ്ങനെ സ്റ്റെയിൻലെസ്സുകളൊന്നും കാണുന്നില്ല. അതിനോട് നമ്മൾ മെയിൻ പുറത്തേക്കൊന്ന് കടന്നു നോക്കാം. പുറത്ത് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പുറത്തേക്ക് കിടക്കാൻ പോവാണ്. ഇവിടെ കുറച്ച് ഫാമിലീസാണ് ഉള്ളത്. പിന്നെ ഫാമിലീസിന് ഈ യൂട്യൂബിൽ വരാൻ അധികം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മളൊരു റേഞ്ചിലുള്ള കുറച്ച് ടീംസിനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ കളറാവുള്ളൂ. ഓക്കെ, വേണ്ടിയവർക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് വരാം. പക്ഷേ നമ്മളെ ഏജിലുള്ളവർക്ക് യൂട്യൂബൊക്കെ താല്പര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, കണ്ടോ നിങ്ങൾ? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. ഗൈസ്, നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? സഫ്വാൻ. രാഹുൽ. എവിടെ പഠിക്കുന്നത്? വർക്ക് ചെയ്യാം. അപ്പോൾ കുസൃതി ചോദ്യമാണെങ്കിൽ ഒരിക്കലും കായ്ക്കാത്ത ഒരു മരമുണ്ട്. ആ മരം ഏതാ? ഒരിക്കലും ആ മരത്തിൻ്റെ മുകളിൽ കായ്ക്കില്ല. ഇതൊരു കുസൃതി ചോദ്യമാണ്. കായ്ക്കാത്ത മരം, അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ക്ലൂ ലാസ്റ്റ് ഒരു മരം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ആൻസർ വരിക. കുസൃതി ചോദ്യം ആകുമ്പോൾ അങ്ങനെയാണല്ലോ. നിങ്ങൾ മനസ്സിലായില്ലേ? അമരം. ഗൈസ്, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻസർ പറയുമോ നമുക്ക് നോക്കി നോക്കാം. ക്ലൂ നമ്മൾ ജസ്റ്റ് ഒരു മരം എന്ന് പറഞ്ഞ സാധനം കൊടുത്തിന്. കിട്ടുമോ? ഇല്ല, അമരമല്ല. അപ്പോൾ ആൻസർ ഞാൻ പറയട്ടെ എന്നാൽ. സമരം. ഓക്കെ, സമരം. ഇനി ഒരു ക്യാമറ നോക്കി ഒരായി പറഞ്ഞു. ഓക്കെ, ബൈ. ഗൈസ്, നമ്മളിതാ പുതിയ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ഗ്ലാസ്സും വീട്ടിലുണ്ട്. ആ പഴയ ഗ്ലാസ് വീട്ടിലുണ്ടായിക്കോട്ടെ. നമുക്ക് ഈ ഗ്ലാസ് പൊട്ടിയാൽ ആ ഗ്ലാസ് എടുക്കാമല്ലോ. ഓക്കെ,
ഗ്ലാസ് ഇട്ടാൽ നമ്മൾ ഈ സൂര്യൻ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചിട്ടേ ഒന്നും കാണാൻ പറ്റൂല. ഇതിട്ടാലും ഒന്നുകൂടി സമാധാനമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ കയറ്റി വെക്കും. ജസ്റ്റിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വ്ളോഗിൽ നമ്മൾ ഫുൾ മിക്സ്ഡ് ആയിട്ടാണ് നമ്മളെ വ്ളോഗ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ചെയ്യൂല, പ്രാങ്ക്, പാട്ട് ഇതൊക്കെ വരും. ഓക്കെ, മാക്സിമം ലൈക്ക് അടിക്കുക. ഓക്കെ, ഗൈസ് നമുക്കൊരു പുതിയ സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? എൻ്റെ പേര് അമൽ ബ്രോ. അമൽ ബ്രോ. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ മാത്സ് വേണോ, PSC വേണോ, അല്ലെങ്കിൽ കുസൃതി ചോദ്യം വേണോ? ബ്രോയ്ക്ക് ഇഷ്ടമുള്ള ചോദിച്ചു. ആണോ? എന്നാൽ ഏതാ ചോദിക്കാം? നിങ്ങൾക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഒരു 10 വട്ടം ഒരു ഊഞ്ഞാല അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആടിയാലും 10 രൂപ. ഒരു വട്ടം ആടി കഴിഞ്ഞാൽ 10 രൂപ കിട്ടും. അങ്ങനെയാണെന്ന് വെച്ചാൽ 10 വട്ടം ആ ഊഞ്ഞാല അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? കുസൃതി ചോദ്യം. അതെ, കുസൃതി ചോദ്യം. ഒരു ഫുള്ള് കഴിയുമ്പോൾ 10 വട്ടം അല്ലേ? അതെ, ഇതൊരു കുസൃതി ആയിട്ടാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ കിട്ടുമോ? ഒരു വട്ടം ആടുമ്പോൾ 10 രൂപ കിട്ടും അല്ലേ? അങ്ങനെ 10 വട്ടവും അടുപ്പിച്ചാടിയാൽ എത്ര രൂപ കിട്ടും? കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ കാല് പൊള്ളുന്ന. എങ്ങനെയാണെന്ന് വെച്ചാൽ 10 വട്ടം അടുപ്പിലാണ് ചാടാൻ പോണത്, അടുപ്പിച്ചല്ല, അടുപ്പിച്ചാടാൻ പോകും. അങ്ങനെയാണ് നമ്മളെന്താ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ ഓക്കെ, അനസ് വ്ളോഗ് 21. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ, എവിടെ സ്ഥലം? എവിടെ? ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ, നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട്. പേര് ചോദിച്ചോക്കാം. പേരെന്താ? ഫൈസൽ. ഹായ്. സിനാൻ. ഓക്കെ, അപ്പോൾ മാത്സ് ആണ് നിങ്ങളോട് ചോദിക്കാൻ പോണത്. 777 പ്ലസ് 333 എത്ര? 777 പ്ലസ് 333. നിങ്ങൾക്കും പറയാം, നിങ്ങൾക്കും പറയാം. 1110 1110. നിങ്ങൾ പറയൂ. 1110. 1110 കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, ഇത് ബോയ്സിൻ്റെ പവറാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് കുസൃതി ചോദ്യം ചോദിച്ചാലോ? ഓക്കെ, ഒരു പറക്കാൻ പറ്റാത്ത ഒരു കിളിയുണ്ട്. ആ കിളി ഏതാ? പറക്കാൻ പറ്റാത്ത കിളിയോ? അതെ, ഒട്ടകപക്ഷി. അത് റോങ് ആൻസർ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൻസർ കുസൃതി ചോദ്യമാണ്. അപ്പോൾ ഇക്കിളി എന്ന ആൻസർ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വേറൊരു കുസൃതി ചോദ്യം പറയാം. ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ഒരു ജില്ല ഉണ്ട്. ആ ജില്ല ഏതാ പറയാൻ പറ്റുമോ? ജില്ല, ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ജില്ല. കേരളത്തിലാണോ? ഇതൊരു കുസൃതി ചോദ്യമാണ്. ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ജില്ല, കുസൃതി ചോദ്യം. ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ജില്ല ഇല്ല. ഇക്കിളിയൊക്കെ മാതിരി ഒരു ആൻസറാണ് വരിക. അല്ല, ഇക്കിളി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറക്കാൻ പറ്റാത്ത കിളി ഇക്കിളി. അങ്ങനെ ഒരിക്കലും ആർക്കും പോകാൻ പറ്റാത്ത ജില്ല കിട്ടുമോ? നോ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താന്ന് വെച്ചാൽ വോൾട്ടേജ് ഇല്ല. ഓക്കെ ഓക്കെ, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണത്? ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഫേവറേറ്റ്, കുറച്ച് കഷ്ടപ്പാടുണ്ട്. രാവിലെ മുതൽ ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ചാനലിലെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്നാലും ക്യാമറ നോക്കി രായി പറഞ്ഞോളി. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. 18 മിനിറ്റായി. ഇനി ഞാൻ ആ വലിയ ലെങ്ത്ത് വീഡിയോസുകളൊക്കെ കുറയ്ക്കാൻ പോവാണ്. ഇന്നലെ ഞാൻ കക്കാടംപൊയിൽ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഞാൻ തന്നെ വീട്ടിലെത്തിയപ്പോൾ സ്റ്റെക്കായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ 1.18 മിനിറ്റൊക്കെ. നിങ്ങൾ ആ ഫുള്ള് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു താങ്ക്സ് ഒരു പറയാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഞാൻ ട്രാവലർ വീഡിയോസ് ഇറക്കുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മളിതാ ഇവിടുന്ന് വിട പറഞ്ഞ് പോവാണ്. നമ്മൾ ഈ മാളിൽ നിന്ന് വിട പറഞ്ഞ് പോവാണ്. ഇന്ന് അത്യാവശ്യം ജനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. കുറച്ച് ജനങ്ങൾ, വളരെ തുച്ഛമായ ജനങ്ങളാണ്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് വിട പറഞ്ഞ് പോവാണ്. ഇനി നമ്മൾ പുറത്തെത്തിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്.
ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കണം എന്നാ ഗൈസ് ഈ കുട്ടി പറയുന്നത്. നിങ്ങളിപ്പോ ലുക്ക് മാറിയല്ലോ. അതെ, ഇവിടെ വർക്ക് ചെയ്യാല്ലേ നിങ്ങള്? വർക്ക് കഴിഞ്ഞ്. അപ്പോൾ വർക്കിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? വർക്കിനെ കുറിച്ച് എന്തൊക്കെയാ പറയാ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ആ പിന്നെന്താ എങ്ങനെ ചോദിച്ചാലും അടിപൊളി, കുഴപ്പമൊന്നുമില്ല, എൻജോയ്മെന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ. നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കണ്ടത് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പോൾ സ്റ്റാഫുകൾക്ക് എന്തിനാ ഇപ്പോൾ സ്റ്റാഫുകളോട് പറയാൻ എനിക്ക് വാക്കുകളൊന്നുമില്ല. നല്ലോണം പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ. നമ്മൾ വ്ളോഗർ ആവാൻ ജസ്റ്റ് ഒരു ആഗ്രഹം. നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട്. ഹായ് സ്റ്റാഫുകളെ. ഓക്കെ, എനിക്ക് പേര് ചോദിക്കാൻ മറന്നുപോയി. പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഓർമ്മ വരുന്നില്ല. കുറേ ആൾക്കാരെ ഡെയിലി ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്ക് കിടക്കാൻ പോവാണ്. ഇനി വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കൊണ്ടുപോകണില്ല. ഓക്കെ, ഇതാണ് നമ്മളെ മാള് വരുന്നത്. ഇവിടുന്ന് വിട പറഞ്ഞ് പോവാം. ഇവിടെ നിന്നാൽ ഇനി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാങ്കാവ് വരെ പോകാൻ പോവാണ്. പേര് ചോദിച്ചേക്കോ, പേരെന്താ? ഫദൽ. ഓക്കെ ഗൈസ്, ഇനി കുറച്ച് ഞാൻ RX വണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പോവാണ്. നമ്മളെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി നമ്മൾ ജസ്റ്റ് ഒരു ട്രാവലിംഗ് വീഡിയോസ് അത്ര തന്നെ ഉള്ളൂ. വേറെ എനിക്ക് പറയാൻ മാത്രമൊന്നുമില്ല. ഒരായി പറഞ്ഞു ഗൈസ്, നല്ല സിഗ്നലാണ് ഇവിടെ, നല്ല ബ്ലോക്കാണ്. നല്ല പവറുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല പറക്കുന്ന സാധനമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടതല്ലേ ഇതിൻ്റെ പുള്ളിങ്. നമ്മളെ പഴയ കിങ് വണ്ടിയാണ്. ഓക്കെ നമ്മളൊരു ജസ്റ്റ് ഒരു ലിഫ്റ്റ് അടിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് നമ്മളെ നാട് വരെ പോകണം. നമ്മളെ നാട് വരെ പോയിട്ട് വേണം എന്താക്കാൻ, ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടിട്ട് നമുക്ക് നേരെ ഇങ്ങനെ നടന്നു പോവാം. ഇപ്പോൾ നമ്മൾ എത്തിയ ടൗൺ എവിടെയെന്ന് വെച്ചാൽ മാങ്കാവ് ടൗണാണ്. ഇപ്പോൾ നിങ്ങളിങ്ങനെ കാണുന്നത്. ഇത് മാങ്കാവ് ടൗണ്. ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഒരു ആക്റ്റീവൻ്റെ മുകളിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. അതായി കാണുന്നതാണ് നമ്മളെ കായൽ, മാങ്കാവ് കായൽ. ഒരു പോയാണ് നിങ്ങൾ ഇതിൻ്റെ ക്യാമറയിൽ കാണുന്നത്. ഇതാകുമ്പോൾ സൗണ്ടൊന്നും ഇല്ലാത്ത വണ്ടി, ശാന്തി ഒരു സമാധാനത്തിൽ പോണ ഒരു ആക്റ്റീവൻ്റെ മുകളിലപ്പോൾ ഉള്ളത്. കുറച്ച് അവിടെ വരെ ഉണ്ടാവും. ഇവിടെ ബസ്സൊന്നും കിട്ടാത്ത ഒരു ഏരിയയാണ്. അതാണ് ഈ ലിഫ്റ്റൊക്കെ അടിക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തുന്ന വരെ ഒരു യാത്ര, അത്രമാത്രം, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു യാത്ര ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങോട്ട് വന്നതും ഇതേമാതിരി എൻ്റെ ഒരു കസിൻ്റെ വണ്ടിൻ്റെ മുകളിലാണ് ലുലുമാൾ വരെ വന്നത്. സംഭവം ഒന്ന് ഫുള്ള് ലിഫ്റ്റ് ഡേ ആയിരിക്കും. ഓക്കെ, നമ്മൾ പല പല വീഡിയോസ് ഇറക്കും, പല ടൈപ്പ് വീഡിയോസ്. ഒരു വെറൈറ്റി മോഡലിലാണ് എൻ്റെ ചാനൽ ഞാൻ കൊണ്ടുവരുന്നത്. ഇതുവരെ ആരും കൊണ്ടുവരാത്ത മോഡൽ ആരും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല അതേമാതിരി യൂട്യൂബ്. ഓക്കെ, അത് അനസ് വ്ലോഗ് 21 മാത്രം. അപ്പം നിങ്ങൾ കുറച്ച് കാഴ്ചകൾ കണ്ടോളൂ. ഞാൻ എന്തൊക്കെ പറയാൻ എനിക്കൊന്നുമില്ല. ഓക്കെ, ഇപ്പം നമ്മൾ എത്തിയ സ്ഥലം കുളങ്ങര പീടിക എന്ന് പറഞ്ഞ സ്ഥലമെത്തി. ഗൈസ്, നമ്മളിതപ്പം ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ അടുത്തെത്തി. അതാ അതിലാണ് ഗുരുവായൂരപ്പൻ കോളേജിലേക്ക് പോവാം. നമ്മൾ പോയ കോളേജ് തന്നെയാണ്. ആ ഒരു വ്ളോഗും ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ചാനൽ നോക്കിയാൽ ഗുരുവായൂരപ്പൻ കോളേജ് കാണാം. ഓക്കെ,
എല്ലാ കോളേജുകളും നമ്മൾ എടുക്കലുണ്ട്. ഇനി അങ്ങോട്ട് കോളേജുകൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരാൾ കമൻ്റ് ഇട്ടാണ് നമ്മൾ ഈ എറണാകുളം സിറ്റി പോയിട്ട് വ്ളോഗ് ചെയ്യാൻ. പക്ഷേ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്കൊന്നും എത്തിപ്പെടാത്തത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എറണാകുളം സിറ്റി മൊത്തത്തിൽ എടുത്തിരിക്കും. ഈ ഫുള്ള് ഈ കേരളം മൊത്തം എടുത്തിട്ട് നമ്മൾ ഈ കേരളം വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുള്ളൂ. ഓക്കെ, ഇപ്പം ബഡ്ജറ്റ് ഇല്ലാത്തതിനോട് മാത്രമാണ്. ഓക്കെ, ഈ എന്തായാലും വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് ഞാൻ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കും. ഇനി കുറച്ച് നമ്മുടെ യാത്ര കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പിന്നെയും തുടരും. ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇനിയും തുടരും. ഓക്കെ, മിക്സ് ആയിട്ടാണ് എൻ്റെ വ്ളോഗ്. ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, കുസൃതി ചോദ്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്, കുറേ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ആൾക്കാരെ പിടിക്കും, കുറച്ച് അങ്ങോട്ട് എത്തിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ മാത്ര എത്തി. ഇതാണ് മാത്ര ടൗൺ. മാത്രമാണ് ഇപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കുന്നത്തുപാലം കുന്നത്തുപാലം എന്ന് പറഞ്ഞ ടൗണാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതും കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ അടുത്ത ജംഗ്ഷൻ പന്തിരങ്കാവാണ്. ആ പന്തിരങ്കാവിൽ നിന്ന് നമ്മളിങ്ങനെ പോകും. ഓക്കെ, പിന്നെ വേറൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ പന്തിരങ്കാവ് ടൗണിൽ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ നമ്മൾ എന്തായാലും പിടിച്ചിരിക്കും കേട്ടോ ഇതിൽ. ഓക്കെ, ജസ്റ്റ് ഒരു ചേഞ്ച് അടിച്ചതാണ്. ഇതൊരു വെറൈറ്റി മോഡലാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, വെറൈറ്റി. പക്ഷെ നമ്മൾ പന്തിരങ്കാവ് ടൗൺ എത്തി. പന്തിരങ്കാവ് മേലെ പാലം അതാ കാണുന്നു എൻ്റെ ക്യാമറയിൽ. ജസ്റ്റ് ഇന്ന് ഇങ്ങനത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഇതുവരെ ഇടാത്ത മോഡൽ, വെറൈറ്റി, സ്പെഷ്യൽ. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടേയിരിക്കാം. എല്ലാവരും സ്റ്റെക്കാവൊന്നും വേണ്ട. നമ്മളിങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് മാറ്റി പിടിച്ചതാണ്, ഒന്ന് ട്രാക്ക് മാറ്റി പിടിച്ചതാണ്. ഓക്കെ, പിന്നെ ഇതിപ്പോൾ ഒരു 27 മിനിറ്റായി. ഇനി കുറച്ചുകൂടി അപ്പുറത്തേക്ക് എത്തിയാൽ നമ്മൾ സാധാ വ്ളോഗായിരിക്കും, നോർമൽ വ്ളോഗായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് നമ്മളെ ലുലു മാളിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് ഒരു ലിഫ്റ്റ് അടിച്ചത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ അവിടെ എത്തിയാൽ നല്ല വ്ളോഗ് എടുക്കും. ഓക്കെ, മൈ ഡ്രീം ബൈക്ക്. ഇപ്പം ടൈം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. സംഭവം എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി വ്ളോഗ് എടുക്കണമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ് എന്തെടുക്കും എന്നുള്ളതിൽ ഇങ്ങനെ ആലോചിച്ച് വീട്ടിലിങ്ങനെ ഇരുന്ന് പോയി. കുറേ നേരം വീട്ടിലിങ്ങനെ ഇരുന്ന് ആലോചിച്ച്. അപ്പോൾ എനിക്ക് കണ്ടൻറ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ ഒരു സ്പെഷ്യൽ ചോദ്യം കിട്ടി. ആ ഊഞ്ഞാല എന്നുള്ള സ്പെഷ്യൽ ചോദ്യം, ഒരു കുസൃതി ചോദ്യം കിട്ടിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ലേറ്റായിപ്പോയി. ആ ക്വസ്റ്റ്യന് നമ്മളെന്തായാലും ഇനി കുറച്ച് ആൾക്കാരോട് ചോദിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് രസമാ നോക്ക്, എന്ത് രസമാ കാണാൻ. ഒരു ഈവനിങ് വൈബാണ് നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുന്നത്. സൂര്യൻ മാമ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കാം. ഇത് ഫ്ലെക്സ് കാരണം ഒക്കെ പോയി.
ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് യാത്ര കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ തന്നെ വൈൻഡപ്പും ചെയ്യാം. കുറച്ച് ആൾക്കാരുണ്ട്, 2 സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് അപ്പം തന്നെ വൈൻഡപ്പ് ചെയ്തോളാം. ഏത് ക്വസ്റ്റ്യനാണ് വേണ്ടി നിങ്ങൾക്ക്? ഇത് ഞാൻ ലുലു മാളിൽ നിന്ന് തുടങ്ങിയാണ് ഈ വ്ളോഗ്. ഏത് ക്വസ്റ്റ്യനാണ് വേണ്ടി? PSC വേണോ, മാത്സ് വേണോ, അല്ലെങ്കിൽ കുസൃതി ചോദ്യം വേണോ? കുസൃതി മതി. അങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കും പോകാൻ പറ്റാത്തൊരു ജില്ല ഉണ്ട്. ആ ജില്ല ഏതാ പറയാൻ പറ്റുമോ? അതെ, ആർക്കും പോകാൻ പറ്റാത്തൊരു ജില്ല. ഒരു കുസൃതി ചോദ്യം കിട്ടുമോ? കിട്ടൂല. എന്നാൽ ക്വസ്റ്റ്യൻ മാറ്റി പിടിക്കാം. ഒരിക്കലും കായ്ക്കാത്തൊരു മരമുണ്ട്. ആ മരം ഏതാ? കിട്ടുമോ? സമരം. അപ്പോൾ ആ കുട്ടി വിന്നായി. ആ കുട്ടിക്ക് ആൻസർ കിട്ടി. നിങ്ങളോട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു മാത്സ് ചോദിച്ചാലോ? മാത്സ് വേണ്ട, സിമ്പിൾ മാത്സ്. എന്നാൽ കുസൃതി ചോദ്യമാണെങ്കിൽ പറക്കാൻ പറ്റാത്തൊരു കിളിയുണ്ട്. ആ കിളി ഏതാ? പറക്കാൻ പറ്റാത്തൊരു കിളി. ഒരു കുസൃതി ചോദ്യം. അവിടെ മെല്ലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കിട്ടുമോ? ബസ്സിലെ കിളി. അപ്പോൾ റോങ് ആൻസർ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഇക്കിളിയായ ആൻസർ. ഓക്കെ, ഇനി ഒരു PSC ചോദിക്കട്ടെ. ഫ്ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ കളർ ഏതാ? ഇതിൻ്റെ ചാനലിലെ ഫേവറേറ്റ് ക്വസ്റ്റ്യനാണ്. അതെ, ഫ്ലൈറ്റിൻ്റെ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. കിട്ടൂല. അതിൻ്റെ കളർ ഓറഞ്ച് എന്നാ. അപ്പോൾ അത് ഓർത്ത് വെച്ചോളി. നിങ്ങൾ എവിടെ പഠിക്കുന്നത്? മാവൂർ സ്കൂള്. അപ്പോൾ എന്നാൽ നമുക്ക് വൈൻഡപ്പ്. ഇനി ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. കഴിച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മാവൂർ സ്റ്റുഡൻറ്റിന് ഒരു ആയി കൊടുത്തോളി. മാവൂർ പഠിക്കുന്ന എല്ലാവർക്കും വില ഒരു ആയി തരുന്നുണ്ട്. ഒരു ആയി പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. അപ്പോൾ ഈ വീഡിയോ നിന്നുണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വൈൻഡപ്പിലാണെങ്കിൽ ആരും കാണുന്നില്ല. ഇവിടെ ഒരു കുട്ടി പോലും ഇല്ല. ഫുള്ള് വലിയ വലിയ ആൾക്കാരാണ്. ഓലെ പിടിച്ച് വൈൻഡപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സീനാവും. ഡാർക്ക് സീനാവും. യൂട്യൂബൊക്കെ പാടെ എടുത്ത് പോകാൻ പറയും. ഓക്കെ, അതിനോട് നമ്മളിന്ന് ഞാൻ തന്നെയാണ് വൈൻഡപ്പ് ചെയ്യാൻ പോണേ. അപ്പോൾ ലാസ്റ്റ് ഒരു മാവൂർ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻറ്റ് വന്ന് ഓല് റെഡി ആൻസറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരായി. ഇത് പിന്നെ നാട്ടിലാണ്. ഇതിപ്പോൾ പൂവാട്ടുപറമ്പിൽ നിന്നാണ് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നത്. ലുലു മാളിൽ നിന്ന് തുടങ്ങിയ വ്ളോഗാണ്. ഇത് ഇവിടെ വരെ എത്തി. ഈ ക്യാമറ ഓണാണോ നോക്കിക്കോട്ടെ. ആ, ഓണാണ്. അപ്പോൾ നാളെ അടിപൊളി വീഡിയോസായിട്ട് നേരത്തെ പോയിട്ട് വീഡിയോസ് എടുക്കും. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ കിടിലെ ചിലപ്പോൾ ഒരു ട്രാവലർ വീഡിയോസോ അല്ലെങ്കിൽ ഒരു പ്രാങ്ക് വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വ്ളോഗോ എന്തെങ്കിലും ഒന്ന് നാളെ ഇറക്കിയിരിക്കും. നേരത്തെ തന്നെ ഇറക്കാൻ ചാൻസ് ഉണ്ട്. 5 മണിക്ക് തന്നെ സാധനം ഉണ്ടാവും. ഓക്കെ, ബൈ.